പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് എന്താ നമുക്ക് നോക്കിയാലോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെട്ടാലോ? ജിറാഫിന്റെ പേരെന്താ? ജുവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. താറാവിന്റെയോ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. മീനിന്റെ പേരെന്താ? ജെയിൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ ഒരു കഥ കേട്ടാലോ? ഗലീലി തടാകത്തിനരികെ ഗദാറ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു പിശാച് ബാധിതനുണ്ടായിരുന്നു. ആ പിശാച് ബാധിതനെ എല്ലാവർക്കും പേടിയായിരുന്നു. എന്തുകൊണ്ടാ? ആ പിശാച് ബാധിതൻ കുഴിമാടങ്ങളിലാണ് താമസിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ കല്ലറയുടെ അരികിലേക്ക് വരുന്നവരെല്ലാവരെയും ആ പിശാച് പീഡിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു പിശാച് ബാധിതൻ ആ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് എന്ന് യേശുവിന് അറിവുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രാമത്തിലേക്ക് യേശു അങ്ങനെ പോകാറില്ലായിരുന്നു. അതെന്താ? കാരണം യഹൂദന്മാരാരും തന്നെ ആ ഗ്രാമത്തിൽ താമസിക്കാറില്ലായിരുന്നു. ഒരിക്കൽ യേശു ശിഷ്യന്മാരോടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോടായി പറഞ്ഞു, നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. എന്നിട്ട് ഗ്രാമത്തിലേക്ക് അവർ പോയോ? അങ്ങനെ അവർ ഗലീലി തടാകത്തിലൂടെ ആ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ യേശു ആദ്യം ആ പിശാച് ബാധിതന്റെ അടുക്കിലേക്ക് ചെന്നു. പിശാചുകളോ? അവിടെ ചെന്നതും പിശാച് ബാധിതൻ യേശുവിനെ കണ്ട് യേശുവിനോട് അലറി വിളിക്കുവാൻ തുടങ്ങി. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് നീ ഇടപെടുന്നത്? ഞങ്ങളെ പീഡിപ്പിക്കുവാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? എന്നൊക്കെ പിശാച് ബാധിതൻ ഈശോയോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് യേശു പിശാച് ബാധിതനെ നോക്കുക മാത്രം ചെയ്തു. പിശാച് ബാധിതൻ നിർത്തിയില്ല. വീണ്ടും പിശാച് ബാധിതൻ ഈശോയോട് നിലവിളിക്കുവാൻ തുടങ്ങി. ഞങ്ങളെ പീഡിപ്പിക്കുവാനാണോ വന്നിരിക്കുന്നത്? നിന്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. അതിനു മുന്നേ ഞങ്ങളെ വീണ്ടും പീഡിപ്പിക്കുകയാണോ എന്നൊക്കെ പിശാച് ബാധിതൻ ആ ഈശോയോട് ചോദിക്കുവാനായി തുടങ്ങി. എന്നിട്ട് യേശു പിശാച് ബാധിതന്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് തന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പിശാച് ബാധിതൻ യേശുവിനോട് പറഞ്ഞു, ലിഗിയോൻ എന്നാണ് എന്റെ പേര്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ പേര് പറഞ്ഞതെന്നറിയാമോ? ഇല്ല, അറിയില്ല. ആ പിശാച് ബാധിതന്റെ അടുക്കൽ ഒരു പിശാച് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. കുറെ അധികം പിശാചുകൾ ആ മനുഷ്യന്റെ അരികിലുണ്ടായിരുന്നു. കുറെ പിശാചുക്കളോ? ആ മനുഷ്യന് വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. കാരണം പിശാച് ബാധിതൻ ആ മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആ മനുഷ്യൻ വളരെയധികം അക്രമകാരിയായി മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അയാളെ ചങ്ങലക്കിടുക പതിവായിരുന്നു. ചങ്ങലയുടെ ചങ്ങലകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ പാടുകളും മുറിവുകളും ഉണ്ടായി. ആ മുറിവുകൾ പഴുത്ത് വ്രണങ്ങളായി മാറുകയും ചെയ്തു. കൂടാതെ ജട പിടിച്ച മുടിയും ദേഹത്ത് മുഴുവൻ ചെളിയുമായിരുന്നു ആ മനുഷ്യന്റെ രൂപം. ഈ രൂപം കാണുന്നത് ആളുകൾക്കെല്ലാം അയാളെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ യേശു പിശാച് ബാധിതന്റെ അടുക്കൽ ചെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, അവനെ വിട്ടുപോകുക. ആ സമയം അവിടെ കുറെ പന്നിക്കൂട്ടങ്ങൾ മേയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിശാച് ബാധിതൻ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാനായി അനുവദിക്കുക. യേശു അതിന് അനുമതി നൽകി. അങ്ങനെ ആ മനുഷ്യനിൽ നിന്നും പിശാച് ഒഴിഞ്ഞു മാറി ആ പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടത്തിൽ പിശാച് പ്രവേശിച്ചതും പന്നികളെല്ലാം ചന്നം ഭിന്നം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടാൻ തുടങ്ങി. ഇത് കണ്ടതും അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പേടിച്ചുപോയി. കുറെ ആളുകൾ യഹൂദരോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് യേശുവിന്റെ അരികിൽ ആ പിശാച് ബാധിതൻ ഇരിക്കുന്നത് ആളുകൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ആളുകൾക്ക് സംശയമായി, ഇത് ആ മനുഷ്യൻ തന്നെയാണോ, അതോ ആ മനുഷ്യനെ പോലെയുള്ള വേറെ ആരെങ്കിലുമാണോ? ആളുകൾ ആദ്യമൊന്നും അത് വിശ്വസിച്ചില്ല. പിന്നീട് യേശു ആ മനുഷ്യനിൽ നിന്നും പിശാചിനെ മോചിപ്പിച്ചുവെന്ന് ആളുകൾ വിശ്വസിച്ചു. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈശോയെ കൂട്ടുപിടിച്ചാൽ ഈശോ എന്നും നമ്മളെ സഹായിക്കും. യേശു ഏതൊരാപത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ ദൈവത്തെ കൂടെ നിർത്തുക മാത്രം ചെയ്യുക. കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ? എനിക്ക് ഒത്തിരി ഇഷ്ടായി. നിനക്ക് ഇഷ്ടായോ? എനിക്ക്
ഇഷ്ടായി പുള്ളിമാൻ പറഞ്ഞ കഥ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു ബൈബിൾ വാക്യം കാണാതെ പഠിച്ചാലോ? കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനും ആണ്. സങ്കീർത്തനം 145:13. കൂട്ടുകാരെ, നിങ്ങൾ ഈ ബൈബിൾ വാക്യം കാണാതെ പഠിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാന്ന് നോക്കിയാലോ? മാലാഖേ. ഹായ് എന്നെ മോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്നെ മോളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. ആഹാ, എങ്കിൽ അന്നമോളുടെ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. അന്നമോളുടെ ഈ കാവൽമാലാഖ അതൊക്കെ ഒന്ന് കേൾക്കട്ടെ. അതിനെന്താ മാലാഖേ, ഈ അന്നമോള് മാലാഖയോട് എല്ലാം പറയാലോ. മിടുക്കി ചക്കര കുട്ടി. പിന്നുണ്ടല്ലോ മാലാഖേ, ഇന്ന് ടീച്ചർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മാലാല യൂസഫ്സായ് എന്ന പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. ആഹാ, അതെന്തായാലും നന്നായി. പിന്നെ നിങ്ങൾ കുട്ടികൾ ലോകത്തിന് വഴികാട്ടിയാകാൻ ശ്രമിക്കണമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അന്നമോൾ പറഞ്ഞ മാലാലയൊക്കെ ഇല്ലേ, ആ ബാലികയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പ്രശസ്ത ആയതൊന്നുമല്ല കേട്ടോ. പിന്നെയോ? ഏറെക്കാലത്തെ കഠിനാധ്വാനം യാതനകളുമാണ് മാലാലയെ പ്രശസ്തിയിലെത്തിച്ചത്. 2013 ജനുവരിയിൽ മാലാല യൂസഫ്സായ് എന്ന പാകിസ്ഥാനി പെൺകുട്ടിയെ ജർമ്മനിയിലെ ഒരു പത്രം വിശേഷിപ്പിച്ചത് എന്താണെന്ന് അന്നമോൾക്ക് അറിയാവോ? ഇല്ലല്ലോ, എന്താ മാലാഖേ? ലോകത്തിലെ ഏറ്റവും പ്രശസ്തിയായ ബാലിക എന്നാ. മാലാലയെ പോലെ ലോകസമാധാനത്തിന് കൊതിച്ചിരുന്ന മറ്റൊരു ബാലികയുമുണ്ട് അന്നമോളെ. അതാരാ മാലാഖേ? സാമന്ത സ്മിത്ത് എന്ന അമേരിക്കൻ പെൺകുട്ടി. സാമന്തയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ മാലാഖേ? അതിനെന്താ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അതിഭീകരമായി നടന്നുകൊണ്ടിരുന്ന കാലം. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ ബന്ധം എന്തുകൊണ്ട് ഇത്ര വഷളായി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാവശ്യപ്പെട്ട് സാമന്ത സോവിയറ്റ് നേതാവ് യൂറി ആന്ദ്രപ്രോവിന് ഒരു കത്തെഴുതി. എന്നിട്ട് സോവിയറ്റ് ദിനപത്രമായ പ്ലാവ്ദയിൽ സാമന്തയുടെ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. തുടർന്ന് 1983 ഏപ്രിലിൽ സാമന്തയെ ആന്ദ്രപ്രോവ് റഷ്യയിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് സാമന്ത റഷ്യയിലേക്ക് പോയോ മാലാഖേ? പോയെന്ന് മാത്രമല്ല, സാമന്തയും അച്ഛനമ്മമാരും 2 ആഴ്ച ആന്ദ്രപ്രോവിന്റെ അതിഥിയായി സോവിയറ്റ് യൂണിയനിൽ താമസിക്കുകയും ചെയ്തു. ഗുഡ്വിൽ അംബാസഡർ എന്നാണ് പിന്നീട് സാമന്ത അമേരിക്കയിലും സോവിയറ്റ് യൂണിയനിലും അറിയപ്പെട്ടിരുന്നത്. കൊള്ളാമല്ലോ നമ്മുടെ സാമന്ത. എന്നാ എന്റെ അന്നമോള് മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അന്നമോളെ ഇഷ്ടമായില്ലേ? കുസരിക്കുടിക്കായ അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. റിസ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അതെന്താ, ചോദിച്ചോളൂ. വാടിപ്പോകുന്ന മുടി, ഒരു ക്ലൂ തരാവോ? ക്ലൂ എന്താ? ഒരു ഉയരമുള്ളവടോ? കൊടുമുടിയാണോ? അതെ, കറക്റ്റ് ആൻസർ. ടെസ, ഞാൻ നിന്നോടൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഉപായം ഉപയോഗിക്കുന്ന ഗ്രഹം ഏതാണ്? ഒരു ക്ലൂ തരാമോ? അതിനുള്ള ക്ലൂ എനിക്ക് അറിഞ്ഞൂടാ. ആൻസർ പറയാവോ? അതിന്റെ ആൻസർ ആണ് ദ്രവ്യാഗ്രഹം. ദിവ്യാഗ്രഹം. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ കളിമിറ്റത്തിന്റെ അടുത്ത സെഗ്മെന്റ് എന്താ നമുക്ക് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നമ്മുടെ വീട് അലങ്കരിക്കാനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് കളർ പേപ്പർ, പിന്നെ ഗം, ബീഡ്സ്, സിസേഴ്സ്, പിന്നെ സൂചി നൂല്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് വേണ്ടത് കളർ പേപ്പർ എടുക്കാം. ഇനി നമുക്ക് കോൺ ഷേപ്പിലായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി കോണായിട്ട് മടക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം.
ഇതുപോലെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. ഇനി നമുക്കിത് നേരെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ ഓരോ കോണിലും പശ വെച്ച് ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലും ബീഡ്സ് കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കണേ. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്ക് വിഷ് ചെയ്താലോ റോസ? ഓക്കേ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ബർത്ത്ഡേ. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ കളിമുറ്റത്തിന്റെ അടുത്ത സെഗ്മെന്റ് എന്താ നമുക്ക് നോക്കിയാലോ? അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു
മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ നമ്മെ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ നമ്മെ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ നമ്മെ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ നമ്മെ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ. ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? റിസ, നിനക്ക് കഥ ഇഷ്ടമായോ? എനിക്കത് ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ഗെയിം കളിക്കാൻ പോയാലോ? റിസ, പോയാലോ? നമുക്ക് പോകാലോ. കൂട്ടുകാരെ, നമ്മൾ ചെറിയ തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരിക്കലും തെറ്റുകൾ ചെയ്യരുത്. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഈശോയിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മൾ ഈശോയോട് ചേർന്ന് വേണം നമ്മളുടെ ജീവിതം ഉയർത്തിയെടുക്കാൻ. അങ്ങനെ ഒരു കളിയാണ് നമ്മൾ ഇന്നിവിടെ കളിക്കുന്നത്. ഈ ബലൂൺ ഈശോയാണ്. ഈ കപ്പുകളാണ് നമ്മുടെ ജീവിതം. ഈശോയോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് നമ്മുടെ ജീവിതം ഉയർത്തിയെടുക്കാം. റിസ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ. കൂട്ടുകാരെ, നമുക്കെന്നും ഇങ്ങനെ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ചെയ്യണേ. റിസ, എങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോയാലോ? ഓക്കേ. റിസ, ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയില്ലായിരുന്നോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമായോ? കൂട്ടുകാരെ, നിങ്ങളും വീട്ടിൽ ഗെയിം ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ച സെലക്ട് ചെയ്തിരിക്കുന്ന ആരുടെ പടം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ കളിമുറ്റത്തിന്റെ അടുത്ത സെഗ്മെന്റ് എന്താ നമുക്ക് നോക്കിയാലോ? മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ
ജയഘോഷം കേട്ടില്ലേ? വേദലമിൽ ഒരു കാലിത്തൊഴുത്തിൽ ജാതനുമായി ജയഘോഷം കേട്ടില്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്ക് കളിമുറ്റത്തിൽ പങ്കെടുക്കാനും പടങ്ങൾ വരയ്ക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരി, ഈ ആഴ്ച കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. Till then, bye.